നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം എന്തിനുള്ള പുറപ്പാടാ? വർമ്മ സാറാണ് ഇവിടെ ഗസ്റ്റായി വന്നിരിക്കുന്നതെന്ന് മറക്കണ്ട. ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശ്രീലക്ഷ്മി പറഞ്ഞതെല്ലാം സമ്മതിച്ചല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം മാഡം. അമ്മേ രസീത് വാങ്ങിയോ? ഇല്ലെങ്കിൽ വേഗം പോയി വാങ്ങിക്കേ. ദേ സമയം വൈകുന്നു കേട്ടോ. ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ട് ചെല്ല്. നിന്നെ പറഞ്ഞിട്ട് കാര്യല്ല, എല്ലാം എന്റെ വിധി. രാജു ചെന്നൊന്ന് തൊഴുതിട്ടോ. എനിക്ക് രമ്യയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഡം, അത് രമ്യ സത്യം പറയ്, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാൻ പോകുന്നത്? ശ്രീലക്ഷ്മിയെ ഒരു വിധത്തിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപ്പെടുത്തിയിരിക്കുക. ഇനി വീണ്ടും ആ പാവത്തിന്റെ മനസ്സില്. രാജു, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 5 മിനിറ്റ് സമയം താ. ഋതികെ, എനിക്കറിയായിരുന്നു നീ വരൂന്ന്. അല്ല, നീ എന്തിനാ രാജുനെ പറഞ്ഞു വിട്ടെ? ഓ, രാജുവിന്റെ മുമ്പിൽ എന്ന് പറയാനുള്ള ധൈര്യം ഇല്ലായിരിക്കും അല്ലേ? സാരമില്ല, നീ വാ. ഞാനേ കല്യാണപ്പന്തലില് മൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ വന്നീ വിവാഹം കൂടാൻ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയേ, നിന്റെ രാജുവിന്റെയും വിവാഹം ഒരു നുണക്കഥയായിരുന്നു എന്ന്. വാ. എന്താ ഋതികെ, നിനക്ക് ഹരീഷിനെ കൊണ്ട് ശ്രീലക്ഷ്മി വിവാഹം കഴിപ്പിക്കണ്ടേ? ഇനിയധികം സമയമല്ല, നീ വന്നേ. വന്നെല്ലാരോടും എല്ലാം തുറന്നു പറഞ്ഞ് ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് പോ. ഇല്ല രമ്യ, ഞാനത് പറയില്ല. രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല എന്നെനിക്ക് ആരോടും പറയാനാവില്ല രമ്യ. എന്റെ മനസ്സിൽ എന്റെ ഭർത്താവിന്റെ സ്ഥാനമാണ് രാജുവിന്. ഞാൻ എത്ര ജന്മം എടുത്താലും രാജു ആയിരിക്കണം എന്റെ ഭർത്താവെന്നാണ് എന്റെ പ്രാർത്ഥന. ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും രാജുവുമായുള്ള എന്റെ ബന്ധത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? നീ നോക്കിക്കോ, എന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞ ശ്രീലക്ഷ്മി പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ അവൾ എന്ത് ചെയ്താലും അത് നിന്റെ തലയിലാവും. മനസമാധാനത്തോടെ രാജുവിന്റെ കൂടെ ജീവിക്കാൻ നിനക്കാവില്ല ഋതിക. അതിന് ഈ വിവാഹം നടന്നാലല്ലേ? എന്താ? ഈ വിവാഹം നടക്കില്ല രമ്യ. ഓ, അപ്പൊ നീ വന്നത് ഈ വിവാഹം മുടക്കാനാണല്ലേ? അതെ, മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി ഋതികെ. ഇങ്ങനെയൊക്കെ നീ പറയുമെന്നൊരു പേടി ഇന്നലെ മുതലേ എനിക്കുണ്ടായിരുന്നു. സത്യം തുറന്നു പറഞ്ഞ് ഹരീഷിനെ ശ്രീയെ ഒന്നിപ്പിക്കാതെ വിവാഹം മുടക്കാൻ നീ വന്ന നിനക്ക് തരാനൊരു സർപ്രൈസ് ഞാൻ കരുതിയിരുന്നു ഋതികെ. ഹരീഷിന്റെ വിവാഹത്തിനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരു VIP വിവാഹം കൂടാൻ എത്തുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉള്ളപ്പോ നിനക്കൊരു ചെറു വിരല് പോലും അനക്കാൻ കഴിയില്ല ഋതികെ. എങ്കിൽ അതൊന്ന് കാണണല്ലോ. കാണാം. ദേ ആളെത്തിയിട്ടുണ്ട്. നീ കണ്ണു തുറന്ന് കണ്ടോ? മനസ്സിലായില്ലേ? നിന്റെ അച്ഛനാണ് ഹരീഷിന്റെ വിവാഹം കൂടാൻ എത്തിയ സ്പെഷ്യൽ ഗസ്റ്റ്. നിന്റെ അച്ഛൻ ഇവിടെ ഉള്ളപ്പോ നീ ഈ വിവാഹം മുടക്കുന്നതേ എനിക്കൊന്ന് കാണണം. വെൽക്കം അങ്കിൾ. താങ്ക് യു.
വർമ്മ സാറേ അങ്ങോട്ടിരിക്കാം. വേണ്ട. ഇനി പയ്യനെ വിളിച്ചോളൂ. ഇരിക്കെ. ഋതിക മാഡം, വാ നമുക്ക് പോവാം. നിക്ക് രാജു, ധൃതി വെക്കാതെ. മാഡം ഇത് എന്തിനുള്ള പുറപ്പാടാ? വർമ്മ സാറാണ് ഇവിടെ ഗസ്റ്റായി വന്നിരിക്കുന്നതെന്ന് മറക്കണ്ട. ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശ്രീലക്ഷ്മി പറഞ്ഞതെല്ലാം സമ്മതിച്ചല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം മാഡം. ഇവളെന്നെ വെല്ലുവിളിച്ച പോലെ ഈ കല്യാണം ഞാൻ മുടക്കൂ? ഏയ്, അവളുടെ അച്ഛൻ ഇവിടെ ഉണ്ടാവുമ്പോ അവളുടെ ഒരു അഭ്യാസവും നടക്കില്ല. വന്നേ. അതെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സത്യവും തുറന്ന് സമ്മതിച്ച് രാജുവിനെ എനിക്ക് തിരിച്ചു തന്ന ഹരീഷിന്റെ വിവാഹം ഞാൻ ഇപ്പൊ തന്നെ മുടക്കാം. ഇനി പെൺകുട്ടിയെ വിളിക്കാം. ദേ, കേട്ടല്ലോ, ഇനി അധിക സമയം നിനക്കില്ല. എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.